നയനയോട് ദേവയാനി പോയിട്ട് വിളമ്പാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് ദേവയാനോട് ചൂടാവുന്നുണ്ട്. നയന രാവിലെ എഴുന്നേറ്റ് ഇത്രയും പണിയും ചെയ്തിട്ട് കാപ്പി വരെ റെഡിയാക്കി വെച്ചിട്ടല്ലേ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വന്നത്. ഞാൻ കഞ്ഞിമിട്ട് സംസാരിക്കണം, അവിടെ തന്നെ വിളമ്പി കഴിച്ചാൽ പോരെ, അമ്മയ്ക്കല്ലെങ്കിൽ വിളമ്പി കൊടുത്ത എന്താ കുഴപ്പമെന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്. ആദർശിന്റെ ചോദ്യം കേട്ട് ദേഷ്യപ്പെട്ട് ദേവയാനി ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റോറി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന്റെ ബാലൻസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ പറയുന്നത്. അങ്ങനെ ദേവയാനി ആഹാരം പോലും കഴിക്കാതെ അവിടെ ഇങ്ങനെ സമരം ചെയ്തിരിക്കുകയാണ്. അവളെ മൈൻഡ് ചെയ്യാതെ ജയനും മുത്തശ്ശനും മുത്തശ്ശിയും ബാക്കി എല്ലാവരും ഇഷ്ടം പോലെ ആഹാരം കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ആദർശ് നയനയും ഇറങ്ങി വരികയാണ്. ആദർശ് നയനയും ഇറങ്ങി വരുന്ന കാഴ്ച കണ്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് ഭംഗിയല്ലേ രണ്ടുപേരും ഇറങ്ങി വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഈശ്വരനായിട്ട് ചേർത്തതാ ഇവരെ രണ്ടുപേരും കാണാന്, എന്ത് ഭംഗിയാ എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാ നീ പറഞ്ഞത്, എന്ത് ചന്തമാണ് രണ്ടുപേരും വരുന്നത് കാണാന് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനി അവരിങ്ങനെ തൂർച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ട് ജലജയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആദർശ് ദേവയാനിയെ കുറെ വഴക്കൊക്കെ പറഞ്ഞല്ലോ, നേരെ മുഖം തിരിച്ച് സംസാരിച്ചല്ലോ, അതുകൊണ്ടൊക്കെ ജലജയ്ക്ക് അത് ഒരുപാട് സന്തോഷമായിരുന്നു. അങ്ങനെ ആദർശ് അങ്ങോട്ടേക്ക് വരുമ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട്, വന്നിരുന്ന ആഹാരം കഴിക്കുമോനെ എന്ന് പറയാണ്. ആദർശ് ദേവയാനി ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ പോയി കസേറിലിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നയനയാണല്ലേ ആദർശിനെ ഞാൻ വിളമ്പിത്തരാന്ന് പറയുന്നുണ്ട്. നീയും കൂടെ അവിടെ ഇരിക്കുക, ഞാൻ വിളമ്പി കഴിച്ചോളാം, നീ അവിടെ ഇരുന്നെന്നും പറഞ്ഞിട്ട് നയനെ അടുത്ത് തന്നെ ആദർശ് പിടിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ട് ദോശ എടുത്ത് ആദർശ് നയനയ്ക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നാ കഴിക്കുമെന്നും പറഞ്ഞിട്ട്, വേണ്ട ആദർശിട്ട ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുമ്പം അതൊന്നും പറ്റില്ല, നേരം വളർത്ത് ഇത്രയും നേരം നീ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ, കഷ്ടപ്പെടുമ്പം അതിനനുസരിച്ചുള്ള ആഹാരം കൂടെ കഴിക്കണം, മര്യാദയ്ക്ക് ആഹാരം അങ്ങോട്ട് കഴിച്ചേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയനയ്ക്ക് ദോശയും ചമ്മന്തിയും എല്ലാം ആദർശ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശും അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ആകെപ്പാടെ കലുതുള്ളി ദേവയാനോണ്ടിരിക്കുകയാണ്. അപ്പൊ ജയനും ജാനകിയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ആദർശിനെ തന്നെ നോക്കാണ് കേട്ടോ. ദേവയാനി കഴിക്കാതെ മാറിയിരിക്കുന്നത് കണ്ടിട്ടും ആദർശ് വാക്കുപോലും മിണ്ടുന്നില്ലല്ലോ. അത് കണ്ട് എല്ലാവരും സ്തബ്ധരായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും നയനയ്ക്ക് കാര്യം മനസ്സിലായിട്ട്, നയന ആദർശേട്ടാ അങ്ങോട്ട് നോക്ക്, അമ്മ മാറിപ്പോയി ഇരിക്കുക, ആദർശേട്ടൻ വിളിക്ക് എന്ന് പറയുന്നുണ്ട്. ആദർശ്, നയന നീ പെട്ടെന്ന് കഴിക്ക്, എനിക്ക് ഓഫീസിൽ പോകുന്ന സമയമാണു, നീ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വിഷയം അങ്ങ് മാറ്റിവിടുന്നുണ്ട്. നയനയ്ക്കാണെങ്കിൽ അങ്ങ് സങ്കടം വന്നിട്ട് നയന ദേവയാനെ തന്നെ നോക്കുകയാണ്. ദേവയാനി മോഹം തിരിച്ചിരിക്കുന്നുണ്ട്. നയനയാണെങ്കിൽ ആദർശേട്ടാ ഇങ്ങനെ കാണിക്കാതെ, അമ്മയ്ക്ക് ദേഷ്യം വരും, ഒന്ന് നോക്ക് ആദർശേട്ടാ, നീ മിണ്ടായിരുന്നു കഴിക്കുന്ന നയന എന്ന് പറയുന്നുണ്ട്. ഇതും കൂടെ കേൾക്കുമ്പോഴേക്കും ദേവയാനിക്ക് ആകെപ്പാടെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേവയാനാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി മാറിയിരിക്കുകയാണ്. ഈ സമയത്ത് ബാക്കി എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞ് പതിയൊക്കെ എഴുന്നേക്കാനൊക്കെ സ്റ്റാർട്ടാവുന്നുണ്ട്. നയന കുറച്ചേ കഴിക്കുന്നുള്ളൂ കേട്ടോ. ഇതെന്താ നയന ഇങ്ങനെ ഇച്ചിരിയൊക്കെ കഴിച്ചോണ്ടെന്നാ, ശരീരത്തെ പിടിക്കോ, കുറച്ച് അങ്ങോട്ട് വാരി കഴിച്ചേ എന്ന് പറഞ്ഞിട്ട് അവന്റെ പ്ലേറ്റിൽ നിന്നും കുറച്ച് വാരി അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ആകുമ്പം ദേവയാനി അങ്ങോട്ടില് ഓവനിൽ വെച്ച അവസ്ഥയിൽ അവിടെ ഇരിക്കുകയാണ്. ആദർശേട്ടാ എന്താ ഇത്, അമ്മയുടെ മുമ്പിൽ വെച്ചാണോ, അമ്മയ്ക്ക് ഇപ്പൊ തന്നെ ഒന്നാമത് BP കൂടി ഇരിക്കുക, ഇപ്പൊ പൊട്ടിത്തെറിക്കും, അതൊന്നും നീ സാരാക്കണ്ട, അമ്മ ഇപ്പൊ വരും നീ കണ്ടോ എന്ന് പറയുന്നുണ്ട്. ആദർശ് പറഞ്ഞ പോലെ തന്നെ വിത്തിൻ സെക്കൻഡ്സിനുള്ളില് ദേവയാനി കലിപ്പിച്ചു തുള്ളി അവന്റെ അടുത്തേക്ക് വരികയാണ്. ഓഹോ, നീ അപ്പൊ നിന്റെ ഭാര്യയുടെ കൂടെ കൂടി എന്നെ തോപ്പിക്കാൻ തീരുമാനിച്ചല്ലേടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തമ്മേ, നിനക്കൊന്നും അറിയില്ല അല്ലേ, ഞാൻ ഇവിടുന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ എല്ലാരും കഴിക്കുമ്പോൾ ഞാൻ മാറിയിരിക്കുന്ന കണ്ടിട്ടും നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ, ഞാൻ കഴിക്കാതിരുന്നിട്ടും നീ എന്തിനെ കഴിക്കാൻ വിളിക്കാഞ്ഞേ, അയ്യോ അമ്മ കഴിച്ചില്ലായിരുന്നോ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ കരുതി അമ്മ കഴിച്ചിട്ട് പോയിരിക്കുകയാണെന്ന്, സോറി അമ്മേ, അമ്മ ഇവിടെ ഇരിക്ക് എന്ന് ആദർശ് കളിയാക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. വേണ്ടടാ എനിക്കൊന്നും വേണ്ട, നീ നിന്റെ ഭാര്യനെ ഊട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, നീ ഊട്ടിക്കോ, എനിക്ക് നീ ഒന്നും തരണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ എന്തൊക്കെയായി പറയുന്നത്, ഇവളെന്റെ ഭാര്യയല്ലേ, ഞാൻ വാരി കൊടുക്കണ്ടേ, അതൊക്കെയല്ലേ ഒരു ഭർത്താവിന്റെ കടമ എന്നൊക്കെ ചോദിക്കാണ്. അപ്പോഴേക്കും ദേഷ്യം കൊണ്ട് ദേവയാനി അവിടെ ഒന്ന് ഉരുകുന്നുണ്ട് കേട്ടോ. അമ്മ അങ്ങോട്ടിരുന്ന് കഴിച്ചേ, അമ്മയുടെ ഒരു വാശി, കൊച്ചു പിള്ളേർക്കെല്ലാം കഷ്ടമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ അമ്മയ്ക്ക് ഞാൻ വിളമ്പിത്തരാം, അവിടെ ഇരിക്കമ്മേ എന്ന് പറയാണ്. വേണ്ടടാ എനിക്കൊന്നും വേണ്ട, ഞാൻ പോവാന്ന് പറയുമ്പോഴേക്കും കയ്യിൽ പിടിച്ചിട്ട്, അമ്മ ഇന്ന് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇന്ന് പുറത്തു പോയി ഐസ്ക്രീം കഴിക്കും, അത് ഉറപ്പാ എന്ന് പറയുന്നുണ്ട്. ഓഹോ ഭീഷണിയല്ലേ, ഐസ്ക്രീം കഴിച്ചാല് നിനക്ക് അസുഖം വരും, നിനക്ക് തന്നെ അറിയാം, നിനക്ക് അസുഖം വന്നാ ഏറ്റവും നീ വേദനിക്കുന്നത് ഞാനാണെന്ന് നിനക്കറിയാം, മനഃപൂർവ്വം നീ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യാണല്ലേ എന്ന് ചോദിക്കുമ്പോ, അതെ അമ്മ ഇപ്പൊ കഴിക്കാതിരിക്കുന്നത് ആരെ വേദനിപ്പിക്കാന്, എന്നെയല്ലേ, അതുപോലെ തന്നെ ഞാൻ ഐസ്ക്രീം കഴിച്ചാൽ കൂടുതൽ വേദനിക്കുന്ന ആരാ, അമ്മയല്ലേ, അത് തന്നെ ഇവിടുത്തെ സംഭവം, അതുകൊണ്ട് എന്റെ അമ്മക്കുട്ടി മര്യാദയ്ക്ക് അവിടെ പോയിരുന്ന് കഴിച്ചേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവയാനി വേറെ നിവൃത്തിയില്ലാതെ
ആദർശിന്റെ അടുത്ത് നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അമ്മയോട് ഞാനൊരു കാര്യം പറയാം. നയന എന്റെ ഭാര്യയാണ്, അല്ലാതെ ഈ വീട്ടിലെ വേലക്കാരിയൊന്നുമില്ല. പിന്നെ എല്ലാവരോടും ഞാനൊരു കാര്യം പറയാണ്. നയന ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ അവളുടെ ഇഷ്ടമാണ്, അതിൽ ഞാൻ കൈകടന്നില്ല. അവക്കത് താല്പര്യമില്ലാൻ തോന്നുന്ന ഏത് സെക്കൻഡാണോ അവക്കത് നിർത്താം. ഇഷ്ടംപോലെ സർവൻസിനെ കിട്ടും. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും നല്ലതായിട്ട് ഒത്തു വന്നാൽ അപ്പം തന്നെ ഞാൻ കുറച്ച് സർവൻസിനെ ഇവിടെ അപ്പോയിൻമെന്റ് ചെയ്യുന്നതായിരിക്കും. അതുവരെയല്ലേ അടുക്കളയിൽ ഈ ഒരു പാട് കാണുള്ളൂ. എങ്കിലും നയനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നയന ഇപ്പൊ ജോലി ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടെയുള്ള ബാക്കി എല്ലാവരും കൂടി ജോലി ചെയ്താൽ മതി. അതുകൊണ്ട് ആരും നയനെ വേലക്കാട് സ്ഥാനത്ത് കാണാനും നിൽക്കണ്ട എന്നൊക്കെ ആദർശ് പറയാണ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, രാവിലെ തൊട്ട് അവളെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അവള് കഴിച്ചോ കുടിച്ചോ എന്ന് ആരും അന്വേഷിക്കില്ല. വിളമ്പിക്കൊണ്ട് മുമ്പിൽ തന്നാലേ കഴിക്കുള്ളൂ എന്നുള്ള ശീലമൊക്കെ എല്ലാവരും മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്. നയന എന്തായാലും എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ വിളമ്പിയും കൊണ്ട് തന്നാലേ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞത് ഒരു സൈസിലുള്ള ദൂർവാശിയാമേ. അവൾ ഈ വീട്ടിലെ ജോലിക്കാരിയല്ല, എന്റെ ഭാര്യയാണ്, ആനന്ദപുരിയിലെ ആദർശിന്റെ ഭാര്യ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നയനിക്ക് ഭയങ്കര അടങ്ങ് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ദേവയാനി വേറൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ നിന്ന് ഇങ്ങനെ കടിച്ചു പിടിച്ച് കഴിച്ചിറക്കാണ്. ജലജ മനസ്സിലാലോചിക്കുന്നുണ്ട്, എന്തായാലും ദേവയാനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അടി തന്നെയാ മോൻ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നന്നായി, അവക്കിട്ട് 2 കിട്ടണം എന്നൊക്കെ ജലജ ആലോചിക്കുന്നുണ്ട്. ദേവയാനി വേറെ നിവൃത്തിയില്ലാതെ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നയനയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. സ്വന്തം അമ്മയോട് തന്നെ എന്റെ ഭാര്യ വേലക്കാരിയല്ല, അവൾ എന്റെ ഭാര്യയാണെന്ന് പറയാനുള്ള ധൈര്യം ആദർശ് കാണിച്ചല്ലോ. അതുപോലെ തന്നെ എല്ലാവരും വിളിച്ച് അവനെ വാരി കൊടുക്കുകയും ചെയ്തല്ലോ. ഇതൊക്കെ കാണിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ആദർശ് എല്ലാവരും കഴിച്ചൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ഓഫീസിലേക്ക് പോവാണ്. ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് എല്ലാവരോടും പോവാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പോകാൻ നേരം നയനോട്, നയന ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറയുന്നുണ്ട്. ആ ശരി ആദർശേട്ടാൻ പറയുമ്പം അല്ല, ഞാൻ വൈകിട്ട് വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട ആദർശേട്ടാ എന്ന് പറയുന്നുണ്ട്. ഞാൻ പോവാണ്, ഇടയ്ക്ക് ഞാൻ ഫ്രീ ആകുമ്പോൾ കോൾ ചെയ്യാം, നീയും കോൾ ചെയ്യട്ടോ എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആദർശ് കാറെടുത്ത് പോകുമ്പം നയന ടാറ്റയൊക്കെ കാണിച്ചിട്ടോടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജ പറയാണ്, ഏട്ടത്തി അവർക്കിടയിൽ നടക്കാൻ പാടില്ലാത്ത എന്തോ നടന്നെന്ന് തോന്നുന്നു, അതാ അവൻ ഇത്രയ്ക്ക് സന്തോഷം, അവളോട് ഇത്രയ്ക്ക് കയറിങ്. ചേച്ചിക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എന്റെ പൊന്നു ജലജ ഒന്ന് മിണ്ടാതിരിക്കാവോ? ഒന്നാമതെ എറുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് നിൽക്കാതെ എനിക്ക് ഒന്നാമതെ ടെൻഷൻ അടിച്ച് നിൽക്കാം. ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞ സത്യ കാര്യം തന്നെയാ, അല്ലെങ്കിൽ ചേച്ചി ഒന്ന് സംശയം തീർത്ത് നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ആരോട് സംശയം തീർക്കണ്ട, അവന്റെ ഈ മാറ്റമൊക്കെ കുറച്ച് ദിവസത്തേനെ കാണുള്ളൂ, നീ നോക്കിക്കോ. അതിനു മുമ്പ് അവളെ അവനെ തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കും എന്നൊക്കെ ദേവേനി പറയുന്നുണ്ട്. എന്റെ പൊന്ന് ചേച്ചി, കുറെ നാളായില്ലേ രണ്ടുപേരും തമ്മിൽ തെറ്റിദ്ധരിക്കാൻ നമ്മൾ നോക്കിയിട്ട്, എന്നിട്ട് വല്ലതും നടന്നോ? ഒന്നും നടക്കാൻ പോകുന്നില്ല. നയനെ ആരെ ടീമെന്ന് ചേച്ചിക്ക് അറിയാവോ? അവളുടെ തലയിടമെന്ന ശക്തി കൊണ്ടാ അവൻ ഇത്രത്തോളം മാറിയത് എന്നൊക്കെ ജലജ പറയുന്നുണ്ട്.